എൻ്റെ അമ്മേ, ഈ ഒരു ഹെയർ ജെൽ ഉണ്ടല്ലോ, നിങ്ങൾക്ക് എത്ര തന്നെ മുടിക്ക് ഉള്ളില്ലാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ മുടിയുടെ ഉള്ള് അടിപൊളി എന്ന് വെച്ചാൽ അടിപൊളിയായിട്ട് ഒരു മാസത്തിനുള്ളിൽ തന്നെ തിക്നെസ് കൂട്ടിയെടുക്കാനും നമ്മളുടെ കൊഴിഞ്ഞു പോയ ഓരോ മുടികളും ഉണ്ടല്ലോ അത് കംപ്ലീറ്റ് ആയിട്ട് തിരിച്ചു വളരാനും സഹായിക്കുന്ന വളരെ വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഹെയർ സെറോ ആണ് ഞാനിന്ന് കാണിച്ചു തരാൻ വേണ്ടി പോണത്. ചിലപ്പോൾ നിങ്ങൾക്ക് വർഷങ്ങളായിട്ട് മുടി വളരാത്ത ആൾക്കാരായിരിക്കാം. വർഷങ്ങളായിട്ട് മുടി വളരാത്ത ആളുകൾക്ക് വരെ മുടി വളർത്തിയെടുക്കാനും മുടിയുടെ ഉള്ള് അടിപൊളിയായിട്ട് കൂട്ടിയെടുക്കാനും സഹായിക്കുന്ന ഒരു ഹെയർ സെറമാണ്. ഈ ഒരു ഹെയർ സെറത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് അറിയാമോ? ഇത് നമ്മൾ ഒരു തവണ ഉണ്ടാക്കി എടുത്തു കഴിഞ്ഞാൽ അത് പിന്നെ നമ്മളൊരു കണ്ടെയ്നറിൽ സ്റ്റോർ ചെയ്ത് വെച്ച് നമ്മുടെ സമയത്തിനനുസരിച്ച് നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഈ ഒരു ഹെയർ സെറം നമ്മുടെ മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ അതെങ്ങനെയൊക്കെയാണ് എന്നുള്ളത് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ കാണിച്ചു തരുന്നുണ്ട്. ഈ ഒരു വീഡിയോ തീർച്ചയായിട്ടും സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ മുഴുവനായിട്ടും തന്നെ കാണുക. അപ്പം നമുക്ക് ഒട്ടും താമസിക്കാതെ വീഡിയോയിലോട്ട് കിടക്കാം. എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് നമ്മുടെ ഫ്ലാക്സ് സീഡാണ്. മലയാളത്തിൽ ചണവിത്ത് എന്ന് പറയും. മിക്ക ആൾക്കാർക്കും ഉള്ള ഒരു സംശയമാണ് ഇത് മുതിരയാണോ എന്നുള്ളത്. ഇത് മുതിരയല്ല, മുതിരയോട് സാമ്യമുള്ള ഫ്ലാക്സ് സീഡ് ചണവിത്താണ് ഇത് കേട്ടോ. അത് നിങ്ങൾ മനസ്സിലാക്കുക. ചണവിത്ത് എന്ന് പറയണതിനേക്കാളും കൂടുതൽ എല്ലാവർക്കും അറിയാം. നിങ്ങൾ വാങ്ങിക്കാൻ പോവുകയാണെന്നുണ്ടെങ്കിലും പറയേണ്ടത് ഫ്ലാക്സ് സീഡ് എന്നാണ്. ചണവിത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിക്ക ആൾക്കാർക്കും അറിയില്ല കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ മുടിയുടെ ഉള്ളു കൂട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് അടിപൊളി എന്ന് വെച്ചാൽ അടിപൊളിയാണ്. നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇത്. കാരണം ഞാനൊക്കെ ഇത് ഒരുപാട് യൂസ് ചെയ്തിട്ടുള്ളതാണ്. ഇപ്പോഴും ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒന്നും കൂടിയാണ് ഈ ഒരു ഫ്ലാക്സ് സീഡിൻ്റെ ജെല്ല്. ഫ്ലാക്സ് സീഡിൻ്റെ ജെല്ല് നമ്മുടെ ഓരോ ഇഴയ്ക്കും, നമ്മുടെ മുടിയുടെ ഓരോ ഇഴയ്ക്കും തിക്നെസ് കൂട്ടി എടുക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും. മുടി നന്നായിട്ട് വളരാൻ വേണ്ടിയിട്ടും സഹായിക്കും കേട്ടോ. അത് മാത്രമല്ല നമ്മുടെ മുടിയിലെ ഡ്രൈനസ്, സ്പ്ലിറ്റൻസ്, മുടി പൊട്ടിപ്പോവുക, മുടി കട്ടായി വീഴുക, ഇതിനൊക്കെ അടിപൊളിയായിട്ട് പൊതുവായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒന്നാണ് നമ്മുടെ ഫ്ലാക്സ് സീഡ്. നിങ്ങളിത് ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. ഇത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് നമ്മുടെ ഹെയർ കെയറിൽ. ഇത് എല്ലാ സൂപ്പർ മാർക്കറ്റിലും കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് 3 ടേബിൾ സ്പൂണാണ് ഫ്ലാക്സ് സീഡ് എടുക്കുന്നത് കേട്ടോ. ഇനി രണ്ടാമതായിട്ട് ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പോണത് നമ്മുടെ ഉലുവയാണ് കേട്ടോ. ഉലുവ നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ, നമ്മുടെ തലയിലെ താരനെ നന്നായിട്ട് കൺട്രോൾ ചെയ്യാനും മുടി നന്നായിട്ട് വളരാനും വേണ്ടിയിട്ട് ഉലുവ നല്ലതാണ്. നേച്ചുറൽ കണ്ടീഷണറായിട്ടൊക്കെ ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. ഉലുവയെ ഞാൻ ഒരുപാട് വീഡിയോസിൽ പറഞ്ഞതുകൊണ്ട് ഞാൻ കൂടുതലായിട്ട് ഒന്നും തന്നെ പറയുന്നില്ല. 1 ടേബിൾ സ്പൂൺ നിറച്ചും ഉലുവ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഇത് നന്നായിട്ട് കഴുകിയെടുക്കുക കേട്ടോ. നമ്മുടെ ഫ്ലാക്സ് സീഡിലൊക്കെ ചിലപ്പോൾ പൊടി ഉണ്ടാവും. അതുകൊണ്ട് നമ്മൾ വെള്ളം ഒഴിച്ചത് നല്ല രീതിക്ക് കഴുകിയെടുക്കുക. കഴുകിയെടുത്ത് കഴിഞ്ഞാൽ ഇതിലേക്ക് നമ്മൾ അടുത്തതായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പോണത് നമ്മുടെ ചെമ്പരത്തിയാണ്. ചെമ്പരത്തിയുടെ ജെല്ലൊക്കെ ഇപ്പോൾ ഒരുപാട് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. കേടുവരാതിരിക്കാൻ വേണ്ടിയിട്ട് അതിൽ പല കെമിക്കൽസും ആഡ് ചെയ്യുന്നുണ്ട്. ഫ്ലാക്സ് സീഡിൻ്റെ ജെല്ലാണെങ്കിലും ഉലുവയുടെ ജെല്ലാണെങ്കിലും ഒക്കെ തന്നെ അത് കേടുവരാതിരിക്കണം എന്നുണ്ടെങ്കിൽ അതിൽ എന്തെങ്കിലും ഒരു കെമിക്കൽ ചേർക്കാതെ പറ്റില്ല. അപ്പോൾ അതാണ് മാർക്കറ്റിലൊക്കെ കിട്ടുന്നത്. പക്ഷെ നമുക്ക് ഇതൊക്കെ നമ്മുടെ വീട്ടിൽ തന്നെ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കി എടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. അത്രയേ ഉള്ളൂ. ഞാനതാണ് ഇപ്പോൾ കാണിച്ചു തരുന്നത് കേട്ടോ. അപ്പോൾ ചെമ്പരത്തിയുടെ പൂക്കളുണ്ടല്ലോ, ഞാനിവിടെ ഒരു 10-15ഓളം ചെമ്പരത്തി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ചെമ്പരത്തി പൂ കൂടുതലില്ല എന്നുണ്ടെങ്കിൽ ചെമ്പരത്തിയുടെ ഇലയായിട്ട് വേണമെങ്കിലും ചേർക്കാം. പക്ഷെ പൂവാണ് കുറച്ചും കൂടി നമുക്ക് വേണ്ടത്. ഏത് ചെമ്പരത്തി വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. കളറുള്ള വൈറ്റ് കളറ്, ഓറഞ്ച് കളറ്, അതല്ലെങ്കിൽ ഉണ്ട ചെമ്പരത്തി ഉണ്ടല്ലോ, ഉണ്ട ചെമ്പരത്തി ആണെന്നുണ്ടെങ്കിൽ ഇതിനേക്കാൾ റിസൾട്ടാണ് കേട്ടോ. നമ്മുടെ അടുക്ക് ചെമ്പരത്തി അതാണെന്നുണ്ടെങ്കിലും മതി. അപ്പം ഞാനിവിടെ നമ്മുടെ സാധാ നാടൻ റെഡ് കളറിലുള്ള ചെമ്പരത്തിയാണ് കേട്ടോ എടുക്കണത്. ഒരു 10-15ഓളം ചെമ്പരത്തിയുടെ ഇതളുകൾ മാത്രം പറിച്ചിട്ട് ഞാൻ എടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കറക്റ്റ് 2.5 ഗ്ലാസ് വെള്ളം ഒഴിക്കണം. നിങ്ങൾക്ക് അളവ് കൂടുകയോ കുറയുകയോ ചെയ്യരുത്. കറക്റ്റ് ഒരു 2.5 ഗ്ലാസ് വെള്ളം നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം ഇത് നമ്മൾ നേരെ അടുപ്പത്ത് കൊണ്ടുവച്ച് ഹൈ ഫ്ലെയിമിലല്ലാതെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് ഇത് ചൂടാക്കിയെടുക്കുക. ഒരു 10 മിനിറ്റ്, ഓൾമോസ്റ്റ് ഒരു 10 മിനിറ്റിൻ്റെ ഉള്ളിലേ നമുക്ക് ഈ ഒരു ജെല്ല് ഉണ്ടാക്കിയെടുക്കാനുള്ള സമയം ആവശ്യമുള്ളൂ കേട്ടോ. അപ്പോൾ ചൂട് തട്ടുമ്പോൾ തന്നെ നമ്മുടെ ചെമ്പരത്തി ഉണ്ടല്ലോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഇങ്ങനെ കളറ് മാറി മാറി വന്ന് നമ്മുടെ വെള്ളവുമായിട്ട് നന്നായിട്ട് ഇണങ്ങിച്ചേരും. ഇത് ചൂടാകും തോറും നമ്മുടെ ഫ്ലാക്സ് സീഡിൻ്റെയും ഉലുവയുടെയും ജെല്ലൊക്കെ ഉണ്ടല്ലോ അതൊക്കെ സെപ്പറേറ്റ് ആയിട്ട് പുറത്ത് വരാൻ തുടങ്ങും. നമ്മുടെ വെള്ളം എന്നുള്ളത് നല്ലൊരു ജെല്ലായിട്ട് ലിക്യൂഡായിട്ട് മാറും. ഒരുപാട് ജെല്ലാവുന്നത് വരെ നിങ്ങൾ വെയിറ്റ് ചെയ്യരുത്. കാരണം ഒരുപാട് ജെല്ലായി കഴിഞ്ഞാൽ നമുക്ക് അരിച്ചെടുക്കാൻ പാടാണ്. ഒരു ലൂസായിട്ടുള്ള ഒരു എന്താ പറയുക, ഇങ്ങനെ തൊട്ട് നോക്കുമ്പോൾ നിങ്ങൾ പശ മാതിരി ഒട്ടുന്നത് ഫീൽ ചെയ്യും. കറക്റ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ കണ്ടില്ലേ ഈ ഒരു പരുവം, ഇത് വെള്ളവും അല്ല ജെല്ലും അല്ല, ഒരു ലിക്യൂഡ് ആയിട്ടാണ്
വെള്ളത്തിലാണ് നമുക്ക് കിടക്കണത് കേട്ടോ. അപ്പോൾ ഇത് തന്നെ ഏകദേശം ആയിക്കഴിഞ്ഞു. ഇനി ഒരുപാട് സമയം നമ്മൾ തിളപ്പിച്ച് കഴിഞ്ഞാൽ ഫുള്ളായിട്ട് കട്ട പിടിച്ച് പോകും. പിന്നെ നമുക്കിത് സെപ്പറേറ്റ് ചെയ്യാനേ പറ്റില്ല. ഇങ്ങനെ ഒട്ടുന്ന ആ ഒരു സമയം നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് ഈ ഒരു ചൂടോടുക്കിനെ തന്നെ നമ്മളിത് അരിച്ചെടുക്കണം. കാരണം ചൂടാറി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ തിക്നെസ് കൂടും. നമ്മുടെ ജെല്ലുണ്ടല്ലോ അതിന് കുറച്ചും കൂടി കട്ടി കൂടും. അപ്പോൾ നമ്മൾ ചൂടാറി കഴിയുമ്പോൾ ഫ്ലാക്സ് സീഡിൻ്റെ ജെല്ല് പുറത്ത് വരില്ല, ഫ്ലാക്സ് സീഡിൻ്റെ അതുമായിട്ട് ഇണങ്ങിച്ചേരും. അപ്പോൾ നമ്മൾ ഈ ഒരു ചൂടോടുക്കിനെ തന്നെ അപ്പം തന്നെ ഫ്ലെയിം ഓഫ് ചെയ്ത പാടെ ഇത് നമ്മൾ അരിച്ചെടുത്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കണം. ചൂടാറി കഴിയുമ്പോൾ നമ്മുടെ സെറം ഉണ്ടല്ലോ ദാ ഈ ഒരു രീതിയിലായിരിക്കും ആയിട്ടുണ്ടാവുക. ഇനി ഇത് നമുക്ക് അപ്ലൈ ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ഇതിനെന്താ പറയുക, സിറിഞ്ച് എന്നല്ല, ഈ ഒരു നിപ്പിൾ ഉണ്ടല്ലോ, നമുക്ക് കുഞ്ഞുവാവകൾക്കൊക്കെ മരുന്ന് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള നിപ്പിൾ കേട്ടോ. അതെൻ്റെ മോൻ്റെയാണേ. അപ്പം ഞാൻ ഈ ഒരു നിപ്പിൾ ഉണ്ടല്ലോ ഇത് യൂസ് ചെയ്തിട്ടാണ് അപ്ലൈ ചെയ്യാൻ വേണ്ടി പോണത്. ഇത് നമുക്ക് മെഡിക്കൽ ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ കിട്ടും കേട്ടോ, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ തന്നെ ഇതൊക്കെ ഉണ്ടാവണതാണ്. അപ്പോൾ ഈ ഒരു നിപ്പിളിൽ ഫുള്ളായിട്ട് തന്നെ നമ്മളിങ്ങനെ പ്രസ് ചെയ്തിട്ട് നമ്മുടെ ഈ ഒരു സെറം എടുക്കുക. അതിനുശേഷം നമ്മൾ വകച്ചിലെടുത്ത് ഓരോ വകച്ചിലെടുക്കുന്ന സമയത്തും അതിലേക്ക് ഒരു ഡ്രോപ്സ് മതി, കൂടുതൽ ആവശ്യമില്ല. വേണമെങ്കിൽ 2 ഡ്രോപ്സിൽ കൂടുതൽ നമുക്ക് ഈ ഒരു സെറത്തിൻ്റെ ആവശ്യമില്ല. ഓരോ തവണ വകച്ചിലെടുക്കുമ്പോഴും ഒരു ഡ്രോപ്സ് അല്ലെങ്കിൽ 2 ഡ്രോപ്സ് മാത്രം നമ്മൾ ഇട്ട് കൊടുത്താൽ മതി. അങ്ങനെ ഓരോ ലെയറുകളായിട്ട് നമ്മളിങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മുടിയുടെ തിക്നെസ് സൂപ്പറായിട്ട് കൂട്ടിയെടുക്കാൻ പറ്റും എന്നുള്ളത് ഗ്യാരണ്ടീഡ് ആയിട്ടുള്ള റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുക തന്നെ ചെയ്യൂ കേട്ടോ. അപ്പോൾ ഈ ഒരു സെറം നമുക്ക് എങ്ങനെ ഉപയോഗിക്കാമെന്ന് വെച്ചാൽ ഞാൻ ഉപയോഗിക്കണതൊക്കെ രാത്രി തന്നെയാണ്. ഓവർനൈറ്റ് നമ്മൾ അപ്ലൈ ചെയ്യണതാണ് ദി ബെസ്റ്റ്. ഹെയർ ഗ്രോത്തിന് വേണ്ടിയിട്ട് നമുക്ക് പെട്ടെന്നൊരു റിസൾട്ട് തരാൻ വേണ്ടിയിട്ട് രാത്രി നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇനിയിപ്പോൾ രാത്രി അപ്ലൈ ചെയ്യാൻ ഇഷ്ടമല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് രാവിലെ അപ്ലൈ ചെയ്യാം. അത് ഹെയർ വാഷ് ചെയ്തിട്ടും ചെയ്യാം, ഹെയർ വാഷ് ചെയ്യുന്നതിനേക്കാളും മുൻപും ചെയ്യാം. ഹെയർ വാഷ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മുടി ഉണങ്ങുമല്ലോ, അതിനുശേഷം ഈ ഒരു സെറം എടുത്തിട്ട് നമ്മുടെ സ്കാൽപ്പിൽ, നമ്മുടെ തലയോട്ടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. മുടിയിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ മുടിയിലും അപ്ലൈ ചെയ്ത് ജസ്റ്റ് ഒന്ന് നിങ്ങളുടെ മുടി ഒന്ന് ചീവി എടുത്താൽ മതി. അപ്പോൾ ഈ ഒരു ഹെയർ സെറം നമുക്ക് രാത്രി വേണമെങ്കിലും ഉപയോഗിക്കാം, രാവിലെയും. അതായത് രാത്രിയും രാവിലെയും 2 തവണയായിട്ട് നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. രാത്രി തലയോട്ടിയിൽ നമ്മൾ അപ്ലൈ ചെയ്ത് മസാജ് ചെയ്ത് കെട്ടിവെക്കുക. പിറ്റേ ദിവസം രാവിലെ എണീച്ച് ഇപ്പം നിങ്ങൾ ഹെയർ വാഷ് ചെയ്യാത്ത ദിവസമാണെന്നുണ്ടെങ്കിൽ വീണ്ടും ഈ ഒരു ഹെയർ സെറം എടുത്തിട്ട് നിങ്ങളുടെ തലയോട്ടിയിലും മുടിയിലൊക്കെ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് ചീവി കൊടുക്കുക. അതല്ല ഹെയർ വാഷ് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഹെയർ വാഷ് ചെയ്ത് കഴിയുക, അതിനുശേഷം മുടി ഉണങ്ങുമല്ലോ, അത് കഴിഞ്ഞിട്ട് നമ്മുടെ തലയോട്ടിയിലും മുടിയിലൊക്കെ അപ്ലൈ ചെയ്യുക. ഇങ്ങനെ എന്നും നിങ്ങൾ ചെയ്യുക കേട്ടോ. 2 നേരം ചെയ്യണവരാണെങ്കിൽ 2 നേരം ചെയ്യാം, അതല്ലെങ്കിൽ 1 നേരം ചെയ്യുന്നവരാണെങ്കിൽ 1 നേരം. ഇങ്ങനെ നിങ്ങൾ റെഗുലറായിട്ട് കണ്ടിന്യൂസ് ആയിട്ടൊരു 1 മന്ത് യൂസ് ചെയ്ത് വരുമ്പോഴുണ്ടല്ലോ നിങ്ങൾക്ക് അടിപൊളി റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഇത് ഗ്യാരണ്ടിയാണ് കേട്ടോ. ഇതിൽ കൂടുതൽ ഉറപ്പൊന്നും എനിക്ക് നിങ്ങൾക്ക് തരാൻ കഴിയില്ല. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇത് മാത്രമേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളൂ. ഇത് സംബന്ധിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് അയക്കൂ, ഞാൻ തീർച്ചയായിട്ടും അതിനുള്ള റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ. ഇതേപോലെ എഫക്റ്റീവായിട്ടുള്ള മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ഫ്രം രമ്യ.